गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्रीगुरवे नमः. ഓം ശ്രീ സായിരാം. പർത്തിയിൽ എത്തുന്നവർക്കൊക്കെ ചിലപ്പോൾ ഒരു പരാതി ഉണ്ടാകാറുണ്ട്. എത്ര കാലമായി സ്വാമിയെ കാണുന്നു, ദർശിക്കുന്നു, ഇന്നവരെ എന്നോടൊന്നും മിണ്ടിയിട്ട് പോലുമില്ല, എനിക്കൊരു വിഭൂതി പോലും സൃഷ്ടിച്ചു തന്നിട്ടില്ല. അതേസമയം ഇന്നലെ വന്നവർക്ക് ഭഗവാൻ വിഭൂതി കൊടുക്കുന്നു, സംസാരിക്കുന്നു, അഭിമുഖം നൽകുന്നു. ഒരിക്കൽ അനിൽകുമാർ സാർ ഭഗവാനോട് ഈ ചോദ്യം തുറന്നു ചോദിച്ചു. സ്വാമി, ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്, എന്നെ ശകാരിക്കരുതേ. അങ്ങ് ചിലരോട് മാത്രമേ സംസാരിക്കാറുള്ളൂ, ചിലരോട് എത്ര കാലം അടുത്തുണ്ടായിട്ടും മിണ്ടുന്നില്ല. ഇതെന്താണ് സ്വാമി ഇങ്ങനെ? ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഭഗവാന് എല്ലാ കാര്യങ്ങളും അറിയാം. ഇക്കാര്യങ്ങളിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാകരുത്. എന്ത് ചെയ്താലും എന്തു സംഭവിച്ചാലും അത് നിങ്ങളുടെ നന്മയ്ക്ക് തന്നെ എന്ന് ഉറപ്പാക്കുക. അനുഭവത്തിലൂടെ ഇക്കാര്യം മനസ്സിലാക്കുക. ഏത്, എപ്പോൾ, എന്തിന്, എവിടെ വച്ച്, ഇതെല്ലാം ഈശ്വരന് മാത്രമേ അറിയാവൂ. നിങ്ങൾക്ക് മനസ്സിലാകില്ല. ഞാൻ ചിലപ്പോൾ പെട്ടെന്ന് ചിലരോട് മിണ്ടുന്നു, ചിലരോട് മിണ്ടാതിരിക്കുന്നു. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയില്ല. ബസ് വന്ന് നിൽക്കുമ്പോൾ യാത്രക്കാർ കയറും. ആദ്യം കയറുന്നയാൾ ഡ്രൈവറുടെ അടുത്താണ് നിൽക്കുന്നത്, പിന്നീട് വരുന്നവർ മറ്റുള്ള ദിക്കിലും, അവസാനം വരുന്നയാൾ വാതിലിനടുത്തും. വണ്ടി നിൽക്കുമ്പോഴോ ആദ്യം പുറത്തിറങ്ങുന്നത് അവസാനം കയറിയ ആളാണ്. പണ്ട് ശ്രീനാരദനോട് ഒരാൾ തിരക്കി, നാരദമുനെ, ഞാൻ വളരെ കാലം തപസ് ചെയ്തു, എനിക്ക് ഭഗവാനെ കിട്ടിയില്ല, പക്ഷെ ആ ബാലൻ പ്രഹ്ലാദന് പെട്ടെന്ന് കിട്ടി, ഇതെന്താണ് ഇങ്ങനെ? നാരദ മഹർഷി പറഞ്ഞു, താങ്കൾ കണ്ടത് പ്രഹ്ലാദൻ്റെ ബാലശരീരം മാത്രമാണ്, അതുകൊണ്ട് അയാളെ ബാലനായി കരുതി. പക്ഷേ പ്രഹ്ലാദൻ്റെ ജീവിതൻ എത്ര ജന്മമായി നാരായണനെ ലഭിക്കാനായി തപസ് ചെയ്യുന്നു. താങ്കളാകട്ടെ ഈ ശരീരം കിട്ടിയ ശേഷം അതിന് പ്രായമാകുന്നതുവരെ തപസ് ചെയ്തു, അത്രമാത്രം. എത്രയോ ജന്മങ്ങളുടെ പൂർവ്വ സുഹൃതത്താലാണ് സായിയെ കാണാൻ ഒരുവൻ വരുന്നതും സായിയോട് മിണ്ടുന്നതും സായി അവനിൽ കൃപ ചൊരിയുന്നതും. നിങ്ങൾക്കും ആ മഹാഭാഗ്യം കിട്ടിയിരിക്കുന്നു. നിങ്ങൾ അത് ശരിക്കും ഉപയോഗിക്കുക. ചിന്തിക്കൂ, ഭഗവാനെ നമ്മൾക്ക് ഈ ജന്മത്തിലെങ്കിലും കാണാൻ സാധിച്ചു. പഴയ കണക്കുകളൊന്നും നമ്മുടെ കയ്യിലില്ല. ഈ കിട്ടിയ അവസരം ഏറ്റവും നന്നായി നമുക്ക് ഉപയോഗിക്കാം. ജയ് സായിരാം.